28-ന് ആരംഭിച്ച അമേരിക്ക-ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ ഇറാനിൽ മരിച്ചവരുടെ എണ്ണം 787 ഉയർന്നതായി ഇറാനിയൻ റെഡ് ക്രസന്റ് റിപ്പോർട്ട്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ കൊലപാതകത്തോടെ ആരംഭിച്ച സംഘർഷം 4-ാം ദിവസവും അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. തിങ്കളാഴ്ച വരെ 555 മരണസംഖ്യയാണ് ചൊവ്വാഴ്ചയോടെ 787-ലെത്തിയത്. കഴിഞ്ഞ ദശകങ്ങളിൽ പശ്ചിമേഷ്യ കണ്ട ഏറ്റവും വലിയ സൈനിക നീക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ഇറാന്റെ സൈനിക താവളങ്ങളെയും ഭരണകൂടത്തിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടാണ് അമേരിക്കയും ഇസ്രായേലും ആക്രമണം നടത്തുന്നത്. ഖമേനിയുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ സൈനിക നേതാക്കൾ ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. ഇറാന്റെ ആണവ ബാലിസ്റ്റിക് മിസൈൽ ശേഷി തകർക്കുന്നതിനും ഭാവിയിലെ ഭീഷണികൾ ഇല്ലാതാക്കുന്നതിനുമാണ് ഈ നീക്കമെന്നാണ് വാഷിംഗ്ടൺ നൽകുന്ന വിശദീകരണം. ഇറാന്റെ കമാൻഡ് നെറ്റ്വർക്കുകൾക്കും റവല്യൂഷണറി ഗാർഡ് കേന്ദ്രങ്ങൾക്കും കനത്ത പ്രഹരമേൽപ്പിച്ചതായി ഇസ്രായേലും അവകാശപ്പെട്ടു. ആക്രമണങ്ങൾക്ക് മറുപടിയായി ഗൾഫ് മേഖലയിലുടനീളമുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ബഹ്റൈൻ, ഇറാഖ്, കുവൈറ്റ്, UAE എന്നിവിടങ്ങളിലെ 6 USS സൈനിക താവളങ്ങളിൽ ആക്രമണം നടന്നതായി സാറ്റലൈറ്റ് ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ചൊവ്വാഴ്ച രാവിലെ റിയാദിലെ അമേരിക്കൻ എംബസിക്ക് നേരെയും ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. എംബസി വളപ്പിൽ 2 ഡ്രോണുകൾ പതിച്ചതായും ചെറിയ തോതിൽ തീപിടുത്തമുണ്ടായതായും സൗദി പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല. UAE ഉൾപ്പെടെയുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളെയും വാണിജ്യ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടും ഇറാൻ ആക്രമണം നടത്തുന്നുണ്ട്. ദുബായ്, അബുദാബി എന്നിവിടങ്ങളിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായി. വ്യോമപാതകൾ അടച്ചതോടെ ആഗോള വിമാന ഗതാഗതം താറുമാറായിരിക്കുകയാണ്. ഇതിനു പുറമെ ലോകത്തെ പ്രധാന എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചുപൂട്ടുകയും ചെയ്തു. ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഏത് കപ്പലിനെയും ആക്രമിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇത് ആഗോള എണ്ണ വിപണിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മിനാബിലെ ദുരന്തം കഴിഞ്ഞ ശനിയാഴ്ച തെക്കൻ നഗരമായ മിനാബിലെ പെൺകുട്ടികളുടെ സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 165 വിദ്യാർത്ഥിനികളുടെയും അധ്യാപകരുടെയും ശവസംസ്കാരം ചൊവ്വാഴ്ച നടന്നു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ബോംബാക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്ന് ഇറാൻ ആരോപിക്കുന്നുണ്ട്. യുദ്ധത്തിന്റെ ഏറ്റവും ദാരുണമായ സംഭവങ്ങളിലൊന്നായി ഇത് മാറി. 4-ാം ദിവസവും യുദ്ധം ശമനമില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ മേഖലയിൽ വലിയൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന ഭീതിയിലാണ് ലോകരാഷ്ട്രങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.